BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. തിങ്കളാഴ്ച തുടർച്ചയുണ്ടായ കനത്ത മഴയിൽ എറണാകുളം ജില്ലയുടെ പല ഭാഗങ്ങളിലും കനത്ത നാശനഷ്ടമുണ്ടായി. മലയോര മേഖലയിലും കടലോര മേഖലയിലും മഴക്കെടുതി രൂക്ഷമായിരുന്നു. ശക്തമായ കാറ്റിൽ വിവിധയിടങ്ങളിൽ മരം വീണ് വീടുകളും കെട്ടിടങ്ങളും തകർന്നിട്ടുണ്ട്. ചിലയിടങ്ങളിൽ റോഡിടിഞ്ഞതും വീടുകളിൽ വെള്ളം കയറിയതുമെല്ലാം വലിയ ദുരിതം സൃഷ്ടിച്ചു. മൂവാറ്റുപുഴ, കൂത്താട്ടുകുളം ഭാഗങ്ങളിലാണ് വീടുകൾ തകർന്നത്. ചുഴലിക്കാറ്റ് നാശം വിതച്ച ചെങ്ങമ്പനാട്, നെടുവന്നൂരിൽ വീണ്ടും കാറ്റിലും മഴയിലും വ്യാപക കൃഷിനാശമുണ്ടായി. കാക്കനാട് ചെമ്പുമുക്കിൽ സെന്റ് മൈക്കിൾസ് പള്ളിക്ക് സമീപത്തുള്ള അട്ടിപ്പേറ്റി നഗർ റോഡ് കനത്ത മഴയിൽ ഇടിഞ്ഞു വീണു. അടുത്തിടെ നവീകരിച്ച റോഡും സമീപത്തെ ഇടപ്പള്ളി തോടിന്റെ സംരക്ഷണ ഭിത്തിയുമാണ് ഇടിഞ്ഞത്. എറണാകുളം ജില്ലയിൽ കനത്ത മഴ മുന്നിൽ കണ്ട തിങ്കളാഴ്ച അവധി നൽകിയത് വിദ്യാർത്ഥികൾക്ക് തുണയായി. സ്കൂളിലേക്കുള്ള വരവും പോക്കും വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കാവുന്ന സാഹചര്യത്തിലാണ് ഞായറാഴ്ച രാത്രി തന്നെ കളക്ടർ അവധി പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചതായി രേഖപ്പെടുത്തിയത് കളമശ്ശേരിയിലാണ്. 56.5 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത്. ഇടമലയാർ ഡാം പ്രദേശത്ത് 51.5 മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തി. ചുണ്ടിയിലാണ് മൂന്നാമത് കൂടുതൽ മഴ ലഭിച്ചിട്ടുള്ളത്, 39.5 മില്ലിമീറ്റർ. നീലേശ്വരം 34, പള്ളുരുത്തി 30, ആലുവ 24, നേര്യമംഗലം 22, കൂത്താട്ടുകുളം 16, ഓടക്കാലി 16 എന്നിങ്ങനെയാണ് മറ്റിടങ്ങളിലെ മഴ ലഭ്യത. കനത്ത മഴയിൽ മൂവാറ്റുപുഴ നഗരത്തിലെ വിവിധ റോഡുകളിൽ വെള്ളക്കെട്ട് ഉയർന്നു. പേട്ട റോഡിൽ സ്ഥിതി ചെയ്യുന്ന പേട്ട അംഗനവാടിയിൽ വെള്ളം കയറി. ശക്തമായ കാറ്റിലും മഴയിലും കല്ലൂർക്കാട് പത്തക്കുത്തിയിൽ മരം വീണ് 6 വീടുകൾ തകർന്നു. ഒരു വീടിന്റെ ഓടുകൾ കാറ്റിൽ പറന്നു. പത്തക്കുത്തി പിടിയേക്കൽ ബേബിയുടെ വീടിന് മുകളിലാണ് മരം വീണ് വീട് തകർന്നത്. വീട്ടിൽ ആളുകൾ ഉണ്ടായിരുന്നെങ്കിലും ശബ്ദം കേട്ട് ഇറങ്ങിയോടിയതിനാൽ ദുരന്തം ഒഴിവായി. കനത്ത മഴയെ തുടർന്ന് തീരദേശ മേഖലയിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലായി. വടക്കേക്കര, ചിറ്റാറ്റുകര പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങളിലാണ് റോഡുകളിലും വീടുകളിലും മുറ്റങ്ങളിലും വെള്ളം നിറഞ്ഞത്. ഇതിനു പുറമെ ദേശീയപാതയുടെ നിർമ്മാണവുമായി ഉണ്ടാക്കിയ താൽക്കാലിക റോഡ് ചളിക്കുണ്ടായി മാറി. പലയിടത്തും ചളിവെള്ളം കെട്ടിക്കിടക്കുന്ന നിലയിലാണ്. ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്ത് 18-ാം വാർഡിൽ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷമുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും മരം വീണ് വീട് തകർന്നു. പട്ടണം വടക്ക് കണ്ണാട്ടുപാടത്ത് വീട്ടിൽ കൃഷ്ണകുമാറിന്റെ വീടാണ് ശക്തമായ കാറ്റിൽ മരം വീണതിനെ തുടർന്ന് ഭാഗികമായി തകർന്നത്. ശക്തമായ കാറ്റിൽ മരം കടപുഴകി ഓടിക്കൊണ്ടിരിക്കുന്ന 2 കാറിന് മുകളിലേക്ക് വീണു. തുമ്പടി BOT പാലത്തിന് മറുകരയിൽ വില്ലിംഗ്ടൺ ഐലാൻഡിനോട് ചേർന്നുള്ള ഭാഗത്താണ് സംഭവം. റോഡരികിൽ നിന്ന് വലിയ വൃക്ഷമാണ് വീണത്. കാറുകൾക്ക് മുകളിലേക്കാണ് മരത്തിന്റെ ശിഖരങ്ങൾ വീണതെങ്കിലും ചെറിയ തോതിലുള്ള കേടുപാട് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവനശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011772 ബന്ധപ്പെടാവുന്നതാണ്. തോരാതെ പെയ്ത കനത്ത മഴയെ തുടർന്ന് പെരിയാറിലും ചാലക്കുടി പുഴയിലും ജലനിരപ്പ് ഉയർന്നു. ഇരുപുഴകളും കരകവിഞ്ഞൊഴുകുകയാണ്. മഴ ശക്തി പ്രാപിച്ചാൽ തീരങ്ങൾ വെള്ളത്തിലാകും. പെരിയാറിന്റെയും ചാലക്കുടി പുഴയുടെയും കൈവഴികളും നിറഞ്ഞൊഴുകുകയാണ്. മഞ്ഞാലിത്തോട്, ആലുവത്തോട്, ചെങ്ങൽത്തോട് എന്നിവയുമായി ബന്ധപ്പെട്ട കൈവഴികളിലെ താഴ്ന്ന പ്രദേശങ്ങളിലും പലതും വെള്ളത്തിലായി. മദ്യപിക്കാനെത്തിയ ആൾ ബാർ കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്തു. കൊച്ചി കടവന്ത്രയിലെ ബാർ ഹോട്ടലിൽ നിന്നാണ് താഴേക്ക് ചാടി യുവാവ് ആത്മഹത്യ ചെയ്തത്. വൈറ്റ്ല പുനരുന്നി സ്വദേശി ക്രിസ് ജോർജാണ് മരിച്ചത്. മൃതദേഹത്തിൽ നിന്ന് പോലീസ് ആത്മഹത്യാ കുറിപ്പ് കണ്ടെടുത്തു. താൻ മരിക്കുന്നു എന്ന് ഇംഗ്ലീഷിൽ എഴുതിയ പേപ്പറാണ് മൃതദേഹത്തിൽ നിന്ന് കണ്ടെടുത്തത്. ബാറിന്റെ എതിർവശത്തുള്ള സ്ത്രീയാണ് ഇയാൾ ചാടുന്നത് കണ്ടത്. വീഴ്ചയിൽ ഇയാളുടെ കാൽ വേർപെട്ടുപോയി. കൊച്ചി സൗത്ത് പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികളെടുത്തു. മറ്റു വിവരങ്ങളൊന്നും അറിയില്ല. മുൻ വർഷങ്ങളെക്കാൾ മെച്ചപ്പെട്ടെങ്കിലും കൊച്ചിയിലും മാലിന്യ സംസ്കരണം പൂർണ്ണ തോതിലായില്ല. പെരണ്ടൂർ കനാലിലടക്കം മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്നതും കയ്യേറ്റങ്ങളുമെല്ലാം വലിയ പ്രതിസന്ധിയാണ്. നഗരത്തിലെ ഖരമാലിന്യം ഒഴിയാൻ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിന്റെ പരിഷ്കരണം പൂർത്തിയാവുന്നതുവരെ കാത്തിരിക്കണമെന്നാണ് കോർപ്പറേഷന്റെ നിലപാട്. പേരണ്ടൂർ കനാലും മുല്ലശ്ശേരി കനാലും കരണക്കോടം കനാലും ഇടപ്പള്ളി തോടുമെല്ലാം തടസ്സമില്ലാതെ ഒഴുകിയാൽ വെള്ളക്കെട്ട് മാലിന്യങ്ങളും ഇല്ലാതെ നഗരമായി കൊച്ചി മാറും. ഹൈക്കോടതി ഇടയ്ക്കിടെ ചെവിക്ക് പിടിച്ചതിന്റെ ഗുണമാണ് ഇപ്പോൾ കൊച്ചിയിലെ മാലിന്യ സംസ്കരണത്തിൽ കാണുന്നത്. കൊച്ചിയിലെ മാലിന്യ പ്രശ്നത്തിൽ പലതവണ ഹൈക്കോടതി അധികൃതർക്ക് താക്കീത് നൽകിയതോടെ മാലിന്യം നീക്കം ചെയ്യുന്നതും സംസ്കരിക്കുന്നതും മെച്ചപ്പെട്ടു. പേരണ്ടൂർ കനാലിൽ അടിഞ്ഞുകൂടിയ കുറേയേറെ മാലിന്യം നീക്കം ചെയ്തു. ആഴം കൂടിയെങ്കിലും ഉപകനാലുകളിലെ കയ്യേറ്റവും വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയതുമെല്ലാം പ്രതിസന്ധിയാണ്.
കൊച്ചിയിൽ വിദേശ കറൻസി ട്രേഡിംഗ് വഴി ലാഭമുണ്ടാക്കാമെന്ന് കബളിപ്പിച്ച് പണം തട്ടി. കൊച്ചി കാക്കനാട് സ്വദേശിയിൽ നിന്നാണ് പണം തട്ടിയത്. 7 കോടിയോളം രൂപയാണ് തട്ടിയെടുത്തത്. പണം പോയിട്ടുള്ളത് തട്ടിപ്പ് കമ്പനി നിർദ്ദേശിച്ച 12 അക്കൗണ്ടുകളിലേക്കാണ്. 10 മാസത്തോളം നീണ്ടുനിന്ന കൊടും തട്ടിപ്പായിരുന്നു ഇത്. ടെലഗ്രാമിലൂടെയായിരുന്നു ഈ കൊടും ചതി. തട്ടിപ്പിലൂടെ കോടികൾ നഷ്ടപ്പെട്ടത് ഇൻഫോ പാർക്കിലെ പ്രമുഖ കമ്പനിയുടെ ഉടമയ്ക്കാണ്. തട്ടിപ്പ് ആരംഭിച്ചത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലായിരുന്നു. അമേരിക്കയിലേക്ക് നേരിട്ട് പണം അയക്കാൻ എന്ത് ചെയ്യണമെന്ന് 55-കാരനായ കമ്പനി ഉടമ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴാണ് സ്റ്റാർ ബാനർ ഗ്ലോബൽ എന്ന വെബ്സൈറ്റിൽ എത്തുന്നത്. ഫോൺ നമ്പറും ഇമെയിലും നൽകിയപ്പോൾ കാൾ ലഭിക്കുകയും കറൻസി ട്രേഡിംഗിലൂടെ വൻ ലാഭമുണ്ടാക്കാമെന്ന വാഗ്ദാനം ലഭിക്കുകയും ചെയ്തു. വളർത്തുനായയുമായി നടക്കാനിറങ്ങിയ പശ്ചിമ ബംഗാൾ സ്വദേശികളായ കുടുംബത്തെ മർദ്ദിച്ച കേസിൽ ഒരാളെ കൊച്ചി സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തു. നടുറോഡിലുണ്ടായ ആക്രമണത്തിന്റെ ദൃശ്യങ്ങളടക്കമാണ് കുടുംബം പോലീസിൽ പരാതി നൽകിയത്. നായ നാട്ടുകാരെ ആക്രമിക്കുന്നെന്ന് പറഞ്ഞായിരുന്നു ആക്രമണമെന്നും മർദ്ദനമേറ്റയാൾ പറഞ്ഞു. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ട് 3:45 കൊച്ചി കടവന്ത്രയിലെ നേതാജി നഗറിൽ വെച്ചായിരുന്നു ആക്രമണം നടന്നത്. നാവികസേനയിൽ നിന്ന് വിരമിച്ച ബംഗാൾ സ്വദേശി അഭിഷേക് ഘോഷ്റോയ്ക്കും 13ഉം 15ഉം വയസ്സുള്ള മക്കൾക്കുമാണ് മർദ്ദനമേറ്റത്. ഇവർക്കൊപ്പമുണ്ടായിരുന്ന വളർത്തുനായ നാട്ടുകാരെ കടിക്കുമെന്ന് പറഞ്ഞ് അയൽപ്പക്കത്തെ 3 ചെറുപ്പക്കാർ വളഞ്ഞിട്ട് തല്ലുകയായിരുന്നുവെന്നാണ് അഭിഷേക് റോയ് പരാതിയിൽ പറയുന്നത്. ഇവരെ തല്ലിയ സംഘത്തിലുണ്ടായിരുന്ന ഹരികൃഷ്ണനാണ് അറസ്റ്റിലായത്. മറ്റ് 2 പേർക്കെതിരെയും നടപടി ഉണ്ടാകുമെന്നാണ് സൗത്ത് പോലീസ് അറിയിച്ചത്. റാഗിംഗ് പരാതിയിൽ കൊച്ചി അമൃത നഴ്സിംഗ് കോളേജിലെ 2 വിദ്യാർത്ഥികൾ അറസ്റ്റിൽ. ഏറ്റുമാനൂർ സ്വദേശി ഗോവിന്ദ്, മാവേലിക്കര സ്വദേശി സുജിത് കുമാർ എന്നിവരാണ് പിടിയിലായത്. ക്യാമ്പസിന് പുറത്തുവച്ച് ജൂനിയർ വിദ്യാർത്ഥിയെ മർദ്ദിച്ചെന്ന പരാതിയിലാണ് നടപടി. 2ാം വർഷ വിദ്യാർത്ഥികളാണ് പിടിയിലായത്. ഇവർക്കെതിരെ റാഗിംഗ് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുക്കണമെന്ന് ചേരാനല്ലൂർ പോലീസ് അറിയിച്ചു. കോളേജിൽ നേരത്തെയും റാഗിംഗുമായി ബന്ധപ്പെട്ട പരാതി ഉയർന്നിരുന്നു. എന്നാൽ ഇവരെ കോളേജ് അധികൃതർ താക്കീത് നൽകി വിട്ടയച്ചിരുന്നു. ഇവരുടെ സുഹൃത്തുക്കളായ ആളുകൾക്കെതിരെയാണ് വീണ്ടും പരാതി ഉയർന്നത്. ഇതോടെ കോളേജ് മാനേജ്മെന്റ് പോലീസിന് പരാതി കൈമാറുകയായിരുന്നു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സൂംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.